മടങ്ങി വരുന്നത് വരെ എനിക്കൊരു മനസമാധാനം ഇല്ലായിരുന്നു. എന്താ ഈ പോയ കാര്യം? ആ ഭീകരന്മാരെ പിടിച്ചോ മക്കളെ? അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ അമ്മയുടെ മക്കളല്ല. ഓ, തുടങ്ങി തമാശ. അല്ലമ്മേ, സത്യമായിട്ടും ബാലകൃഷ്ണ സാറും ഉണ്ണികൃഷ്ണ സാറും പോലീസ് കസ്റ്റഡിയിലുണ്ട്. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതമ്മേ, അമ്മയുടെ മക്കൾ അന്വേഷിക്കുന്ന കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഈ ഡിസ്ക്. ഇത് അമ്മ എത്രയും പെട്ടെന്ന് കമ്മീഷണർ സാറിനെ ഏൽപ്പിച്ചാൽ കാര്യങ്ങളുടെ സത്യസ്ഥിതി അദ്ദേഹത്തിന് മനസ്സിലാവും. അദ്ദേഹത്തെ ഈ ആൾമാറാട്ടം നടത്തി കളിപ്പിച്ചതുകൊണ്ട് നേരിട്ട് പോകാനുള്ള ധൈര്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഈ നാട്ടിൽ നിന്നേ പോവുകയാണമ്മേ. 2 ദിവസം ഇവിടെ കഴിയാനുള്ള ഭാഗ്യമേ കിട്ടിയുള്ളൂവെങ്കിലും ഒരുപാട് സ്നേഹം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടി. ഒത്തിരി നന്ദിയുണ്ടമ്മേ. ചെയ്ത തെറ്റിന് മനസ്സുകൊണ്ട് പോലും അമ്മ ഞങ്ങളെ ശപിക്കരുത്. പേടിക്കണ്ട, എനിക്ക് നിങ്ങളെ വിശ്വാസം. എന്തിനാ? വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്, കണ്ടാൽ മാത്രം. വെൽക്കം ഡ്യൂപ്ലിക്കേറ്റ്. അവരെ സബ് ജയിലിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഓർഡർ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. മക്കളെ, ബാലനും ഉണ്ണി. അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അവരെവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ കൊണ്ടുവന്നിരിക്കും. വർമ്മയുടെ ആളുകളാ നിങ്ങളാണെന്ന ധാരണയിൽ ബാലിനെയും ഉണ്ണിയെ കൊണ്ടുപോയിരിക്കുന്നത് യഥാർത്ഥ ഡിസ്ക് കിട്ടാൻ. ഈ കാര്യത്തിൽ ഒരാൾക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും. അതാർക്കാ? മന്ത്രി വിശ്വനാഥന്റെ മകൾ രേഖ. ഒരു ചെറിയ ഡീൽ. ഇനി അല്ലറ ചില്ലറ മോഷണമൊക്കെ നിർത്താം. കയ്യിലുള്ള ഡിസ്കിങ് തന്നാൽ തോളിടായ ഒരു 5 lakhs അങ്ങ് തന്നേക്കാം. എന്തു പറയുന്നു? ഏത് ഡിസ്കിന്റെ കാര്യം നിങ്ങൾ ഈ പറയണേ? കളി വേണ്ട മക്കളെ. മര്യാദയ്ക്ക് ആ ഡിസ്കിങ് തരുന്നോ അതോ? ഞങ്ങളുടെ ഇല്ലാത്തൊരു കാര്യം ഞങ്ങൾ എങ്ങനെ തരുന്നേ? ഓഹോ, അപ്പോ ഇനി നമ്മുടെ പ്രയോഗം തന്നെ തുടങ്ങാം. വേണ്ട, ഡിസ്ക് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഞങ്ങൾ എവിടുന്ന് വിട്ടാൽ ഞങ്ങൾ അത് പോയി എടുത്തോണ്ട് വരാം. അപ്പൊ അതുവഴി അങ്ങ് രക്ഷപ്പെടാം അല്ലേ? അതെവിടെയുണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ എടുത്തോളാം. അത് സെക്രട്ടേറിയറ്റിന്റെ മുകളിൽ ഞങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ക്ലോക്ക് ടവറിനുള്ളിൽ. അത് ശരിയാവില്ല. അതിന്റെ മോളിൽ പകല് വലിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഞങ്ങൾ പോയി എടുത്തോണ്ട് വരാന്ന്. വേണ്ട, അത്രത്തോളം സഹായിക്കല്ലേ. അതെ, സെക്രട്ടേറിയറ്റ് ആവുമ്പോ കമ്പ്യൂട്ടർ ഡിസ്ക് എടുക്കാൻ കൂടുതൽ സൗകര്യം എനിക്കാണ്. അപ്പൊ കള്ളം കപ്പലിൽ തന്നെ. ഈ കപ്പലും ഇവന്റെ സ്വന്തം തന്നെ. ഇനി ഡിസ്ക് ആ ക്ലോക്ക് ടവറിലെങ്ങാനും ഇല്ലെങ്കിൽ രണ്ടിനെയും ജീവനോടെ കത്തിച്ചാൻ ചാമ്പലാക്കും മക്കളെ. ആ കമ്മീഷൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അയാൾ ആരെ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? നാശം. ചോദിക്ക. ആ, എന്താണോ കമ്മീഷണറെ ഒരു അൺഎക്സ്പെക്ടഡ് വരവ്? ഒരു ദുഃഖവാർത്ത അറിയിക്കാനാ മിനിസ്റ്ററുള്ള ഈ സ്വകാര്യ റിസോർട്ട് പാടുപെട്ട് കണ്ടുപിടിച്ച് ഞാൻ വന്നത്. മിനിസ്റ്റർ എന്റെ ചേട്ടത്തൊന്ന് അടിച്ചേ. അടിക്കാനോ? എന്താണോ കാര്യം? മിനിസ്റ്റർ ഒന്ന് അടിച്ചേ. ഇനി കമ്മീഷനായിട്ടിരിക്കാൻ എനിക്ക് യോഗ്യതയില്ല. എന്റെ തൊപ്പി തെറിപ്പിക്ക് സാറേ. താൻ കരയാതെ കാര്യം പറയടോ. മന്ത്രി പറഞ്ഞ 2 ഭീകരന്മാരെയും ഞാൻ കസ്റ്റഡിയിലെടുത്തതാ. പക്ഷെ ഏതോ തന്തയില്ലാത്ത വൃത്തിയെട്ടവന്മാര് എന്റെ ഓർഡർ ആണെന്നും പറഞ്ഞ് അവന്മാരെ തട്ടിക്കൊണ്ടുപോയി.
അത് സാരമില്ലടോ. മന്ത്രിക്ക് സാരില്ലായിരിക്കാം, പക്ഷെ എനിക്ക് സാരുണ്ട്. പിന്നെ അവന്മാരുടെ കയ്യിൽ നിന്നൊരു ഡിസ്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് പ്ലേ ചെയ്ത് നോക്കിയപ്പോ എൻഡർ കോഡ് എന്നൊരു സാധനം എഴുതി വരുന്നുണ്ട്. പിന്നെ ഒരു മോതിരം ഇങ്ങനെ കറങ്ങി വരുന്നുണ്ട്. അത് വിഷമിക്കണ്ട, കോഡ് കണ്ടുപിടിക്കാനുള്ള സകല ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വരട്ടെ സാറേ? നിക്കണോ അവിടെ? ഞാനിവിടെ നിക്കല്ലേ സാറേ, കാര്യം പറ. ആ ഡിസ്ക് ഇങ്ങ് തന്നേരെ. തൽക്കാലം കോഡ് കിട്ടുന്നവരെ അത് എന്റെ കയ്യിൽ ഇരിക്കട്ടെ. അയ്യോ, അത് പറ്റില്ലല്ലോ സാറേ. വേവോളം ഇരിക്കാമെങ്കിൽ 6ഓളം ഇരിക്കാൻ ഞാൻ തയ്യാറാ. പിന്നെ ഒരുപാട് പോക്രിത്തരങ്ങളുടെ ആകെയുള്ള എവിഡൻസാ സാറ് ഈ ചോദിക്കുന്ന ഡിസ്ക്. മാത്രല്ല ഈ ഡിസ്ക് കൈമാറരുതെന്ന് ഹോം മിനിസ്റ്ററുടെ പ്രത്യേക ഓർഡറുണ്ട്. അപ്പൊ പിന്നെ ഈ റിസ്ക് പിടിച്ച പരിപാടിക്ക് ഞാൻ നിക്കണോ? ഓഹോ, എന്നാ ഡിസ്ക് തരാതെ നീ ഇവിടുന്ന് പോകുന്നില്ല. അതെന്താ? അയ്യോ, അപ്പൊ ഇത് റിസോർട്ടല്ലേ? കൊള്ളസംഘമാണോ? സാറും കൊള്ളസംഘത്തിന് തടവിലാണോ? ഞാൻ രക്ഷിക്കണോ? താൻ രക്ഷിക്കാൻ നിൽക്കണ്ട. ആ ഡിസ്ക് ഇങ്ങനാണോ? ഈ ഡിസ്കിന് വേണ്ടിയാണ് ഈ പോങ്ങന്മാരെയും പേട്ടത്തലയന്മാരെയും മന്ത്രി വിളിച്ചതെങ്കിൽ മന്ത്രിക്ക് തെറ്റി. വെടിമരുന്ന് ശാലയിലേക്ക് ആരെങ്കിലും ചൂട്ട് കത്തിച്ചു കയറോ? ദാ പിടിച്ചോ, എനിക്ക് വേണ്ട. അപ്പൊ കാര്യം തീർന്നല്ലോ. പക്ഷേ ഇത് മിനിസ്റ്റർ ഉദ്ദേശിക്കുന്ന ഡിസ്ക് അല്ല കേട്ടോ. പിന്നെ ഓ, എന്താ പടത്തിന്റെ പേര്? ആ, കബി ഖുഷി കബി ഹം. വ്യാജന. ഓ, അമിതാഭും ഷാരൂഖും ഋത്തിക്കും എന്ത് കലക്കാ കലക്കിരിക്കണേ. ആ പിന്നെ നമ്മുടെ ഒറിജിനൽ ഡിസ്കിലെ സംഭവം ഞാൻ കണ്ടുട്ടോ. ചൈനക്കാരുടെയും ജപ്പാൻകാരുടെയും കൂട്ടത്തിൽ തന്നെ കണ്ടപ്പോ നമ്മുടെ പാടത്തും പറമ്പിലും വെക്കണ കോലല്ലേ, അതുപോലെ തോന്നി. വൺമാൻ ഷോ. നിന്റെ ശവസംസ്കാരം ഇവിടെ. എടോ മരമണ്ടം മന്ത്രി, തന്റെ 16 അടിയന്തരം നടത്തിയിട്ട് ഞാൻ ഇവിടുന്ന് പോവും. ഞാൻ തോറ്റൂട്ടാ. ഓയ്, നടക്കണേ, നടക്കാൻ. മോളെ, നടക്കാൻ. വേഗം. ഡിസ്പോസ് കഴിഞ്ഞ താൻ ഒലത്തും. ഞങ്ങള് പോലീസുകാരല്ലേ? നീ എന്താ ചിന്താക്ഷം കളിക്കുക? കൊടുക്കാന് അവരിങ്ങോട്ട് കൊണ്ടുപോവാ. മന്ത്രിയും പരിവാരങ്ങളെ പിടിച്ച് ജീവിക്കണ്ട.